ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഏതാണ്ട് കേരളക്കര ചിന്തിച്ചു തുടങ്ങിയത് പോലും ഈ കൊറോണ കാലഘട്ടത്തിലെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ആയിരിക്കും. അതുവരെ ഈ മദ്രസ എന്ന ചുമരിനുള്ളിൽ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് ഒരുപക്ഷെ മുസ്ലിം മാതാപിതാക്കൾ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. കാരണം അവർക്ക് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് പോലെ അതുമാത്രമാണ് അവരുടെ ആത്യന്തികമായ പ്രശ്നം. പണി വേണം, തുണി വേണം, ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു മുമ്പ് ആളുകൾ സമരം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ ഇവർക്കാകെ വേണ്ടത് മതമാണ്. ഇത് മാത്രമേ ഇവർക്ക് വേണ്ടൂ. ഒരു പൊതുസമൂഹത്തിൽ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് പോലും ഇവർക്ക് യാതൊരു വെളിവുമില്ല. മുമ്പൊരിക്കൽ കമാൽ പാഷ പറഞ്ഞിരുന്നു, നമുക്കറിയാം, നമ്മൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. അവിടെ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി വേറെയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഒരു ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ ആണും പെണ്ണും ഇടകലർന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ചാനലിൽ വന്നിരുന്ന് കെങ്കേമമായിട്ട് വലിയ രൂപത്തിൽ ചർച്ചയാണ്. എന്താ ചർച്ച? ഞങ്ങൾ മതപരമായിട്ടുള്ള മാനം പറയുന്നവരാണ്. അപ്പോ മക്കയിൽ ഹജ്ജ് ഉംറയൊക്കെ നിങ്ങൾ മാറ്റുക? അത് ആണും പെണ്ണും ഇടകലർന്നാണല്ലോ. തന്നെയുമല്ല, മുഖം മറയ്ക്കാനും പാടില്ലല്ലോ. അവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങൾക്ക് മതമാണ് മുഖ്യമെങ്കിലാകാം നിങ്ങൾക്കിടയിൽ. ഒരു പൊതുസമൂഹത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ മതപരമായിട്ടുള്ള വേഷം ഇതാണ് എന്ന് പറഞ്ഞ് നീറ്റിനത് എഴുതാൻ പോകുക. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരെ ഹിജാബിനെ വലിച്ചിഴച്ച ആളുകൾ. ഒരു ഉസ്താദ് പൊതു ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ്. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിന്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള അല്ല ഉസ്താദെ, കൂടുതൽ വിശദീകരണം ഒന്നുമല്ല വേണ്ടത്. ആണും പെണ്ണും ഇടകലരുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി. ആയിഷ പ്രവാചകന്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. 6 വയസ്സുകാരിയായ ഭാര്യയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. ഈ ആയിഷ ഒട്ടകപ്പുറത്ത് കയറി യുദ്ധത്തിന് നേതൃത്വം നയിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് നിങ്ങളൊന്ന് പറയും, ഇല്ലെന്നൊന്ന് പറയും. ഇന്നും മക്കയിലും മദീനയിലും ആണും പെണ്ണും ഇടകലർന്നല്ലേ ജീവിക്കുന്നത്. ഹജ്ജിന്റെ രീതികൾ മാത്രം നിങ്ങൾ എടുക്ക്. തൊവാഫ് ആണെങ്കിലും ജംറയിലെ കല്ലെറിയലാണെങ്കിലും ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ആണും പെണ്ണും ഇടകലർന്നിട്ടല്ലേ ഉസ്താദെ ചെയ്യുന്നത്. അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ മതപരമായ മാനം പറയാത്തത്? ഒരു അപകടത്തെ കൂടെ കണക്കെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിൽ നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീ പുരുഷനും അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അല്ല, പ്രവാചകൻ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തില് എങ്ങനെയാണ് ആയിഷയും സഫ്വാനും തമ്മിൽ പിറ്റേ ദിവസം പാടി കുറച്ചൊക്കെ ആടി ഒലഞ്ഞ് എല്ലാവരും എത്തിയതിനു ശേഷം പിറ്റേ ദിവസമാണല്ലോ എത്തിയത്. അപ്പോ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പോയ സമയത്ത് ആണും പെണ്ണും ഉണ്ടായിരുന്നു. ആ അന്യ പുരുഷന്മാരോടൊപ്പം തന്നെയല്ലേ പ്രവാചകൻ ആയിഷയെ കൊണ്ടുപോയത്. അതുകൊണ്ടല്ലേ ആയിഷയും സഫ്വാനും ഒറ്റയ്ക്കായത്. അതുകൊണ്ടല്ലേ ഒരു ആരോപണം തന്നെ ഉണ്ടായതും പ്രവാചകന്റെ പ്രിയ പത്നിയെ വീട്ടിൽ കൊണ്ടാക്കിയതും സംശയരോഗിയായതും ഒക്കെ അതുകൊണ്ടല്ലേ, അല്ലേ? അപ്പൊ ആ പ്രവാചകൻ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നയം, ഒരു നിലപാട് നിങ്ങൾക്ക് എവിടെ നിന്ന്, ആകാശത്ത് നിന്ന് പൊട്ടി വീണോ? മുമ്പ് അബ്ദുസലാം പൂക്കോട്ടൂര് അദ്ദേഹം ഹജ്ജിന് ഉംറയ്ക്കുമൊക്കെ കൊണ്ടുപോകുന്ന ഗൈഡുകളെ സംബന്ധിച്ച്, ഉസ്താദുമാരെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അവര് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നോക്കി അങ്ങനെയാണ് അവര് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റുള്ള ഓഡിയോ പലതവണ നമ്മളത് കേട്ടിട്ടുള്ളതാ, ലൈവിലും ഒക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളതാ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളെപ്പോലെയുള്ള ഉസ്താദുമാരാണല്ലോ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്പേസ് തിരഞ്ഞെടുത്ത് അവരെ അവിടെ റെന്റിന് താമസിപ്പിച്ച് നല്ല രൂപത്തിൽ അവരെ യൂട്ടിലൈസ് ചെയ്ത് വിടുന്ന രീതിയെക്കുറിച്ച് ഉസ്താദുമാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഉംറ ചെയ്യുന്ന വേളയിൽ 3 തവണയിലധികം പീഡിപ്പിക്കപ്പെട്ട പെണ്ണൊരുത്തി
അവരവരുടെ അനുഭവം പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ നിന്നടക്കം ധാരാളം സ്ത്രീകൾ അവരുടെ വേദനാജനകമായ അനുഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തു പറയുന്നു? യുദ്ധ സന്ദർഭങ്ങളില് പരിക്ക് പറ്റിക്കിടക്കുന്ന ആളുകളെ പരിചരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ കൊണ്ടുപോയിരുന്നത് ആരെയാ? ഭാര്യമാരെയും പ്രവാചകന്റെ അനുചരന്മാരുടെ ഭാര്യമാരെയും. സ്വഹാബികളൊന്നും ആണുങ്ങളായിരുന്നില്ലേ? വേണം എന്നുള്ളത് കൊണ്ടാണ് തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാട് തന്നെയാണ്. ആ നിലപാടാണ് ഇസ്ലാമിനുള്ളത് എന്ന് വിശുദ്ധമായി ഖുർആനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഷിനാസ് പറഞ്ഞു ഈ മതജന്മികളാണ് ഇസ്ലാമിനെ പിന്നോട്ട് കൊണ്ടുപോകുന്നത്. തരത്തിൽ പലതും പറഞ്ഞു. ഞാൻ ചോദ്യത്തിന് ഉത്തരമായി പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത് അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ അവരൊരു മാസ് ഡ്രില്ല് നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വ്യായാമം ചെയ്യുന്നു. എനിക്ക് പറഞ്ഞു വരാൻ നിങ്ങൾ അവസരം തരൂ. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇടയ്ക്കേറി ആ ചർച്ച നിങ്ങൾ മുടക്കരുത്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം എതിർക്കുന്നു എന്നല്ല ഉസ്താദെ പറയേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് ആ ഖുർആൻ വചനവും ഹദീസ് വചനവും അങ്ങോട്ട് പറയുക. അത്രേ വേണ്ടൂ. നിങ്ങൾ എന്തു പറയുന്നു, AP കാന്തപുരം എന്തു പറയുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ രണ്ടുപേരും മതത്തിന്റെ ആത്യന്തികമായ വിഷയങ്ങൾ പറയാൻ കൈകാര്യം ചെയ്യപ്പെട്ട ആളുകളല്ല, ഉത്തരവാദിത്വം ചെയ്യപ്പെട്ട ആളുകളല്ല. ഖുർആൻ തന്നെ നിങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറഞ്ഞത് ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വേഷം കെട്ടിയിരിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ പറയാം. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് AP കാന്തപുരമാണെങ്കിലും ഇതിനെക്കുറിച്ച് പെയിന്റ് അടിക്കാൻ വന്നിരിക്കുന്ന ഉസ്താദിനെ കുറിച്ചിട്ടാണെങ്കിലും ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മതപരമായിട്ടുള്ള മാനം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്. ഇപ്പൊ ഇവിടെ VP സുഹ്റ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ ആദരവോടുകൂടി തന്നെ പറയാണ്. അവരുടെ നിലപാടുകൾ പലതും പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം അവർ പൂർണ്ണമായി ഞങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് പോലെ അനുവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരെ ബഹിഷ്കരിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ നിൽക്കാറുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്നു. ആര് പറഞ്ഞു ഉസ്താദെ ഇസ്ലാമിന്റെ നിലപാടുകൾ പണ്ഡിതന്മാരാണ് പറയേണ്ടത് എന്ന്? ആ പണ്ഡിതന്മാരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്ന ഖുർആൻ വചനമാണ് ഞാനിപ്പോ പറഞ്ഞത്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട അധികം ആളുകളും തന്റെ വയറ് നിറയ്ക്കുന്നതിന് വേണ്ടി, സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി, ഉപജീവന മാർഗമുണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ വചനങ്ങളെ തെറ്റിക്കുന്നവരാണ്. അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ തെറ്റിക്കുകയും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഖുർആൻ വചനത്തിന് വിപരീതമായി പണ്ഡിതന്മാരാണ് ഇസ്ലാമിന്റെ മാനം പറയേണ്ടത് എന്ന് നിങ്ങൾ ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയും? മുസ്ലിങ്ങളോടാണ്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളുകയും തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാൻ കഴിയും. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്. ഇവിടെ VP ഷിനാസ് അടക്കമുള്ള VP സുഹ്റ അടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സംസാരം നടത്തുന്ന അഭിനവ നവോത്ഥാന നായകർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും പറയാൻ കഴിയും? എന്തെങ്കിലും പറയാൻ കാണൂ? എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി? കാന്തപുരം ഉണ്ടാക്കിയല്ലേ? ശരിയാണ്, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. സ്ത്രീകളെ നേതൃത്വമേൽപ്പിച്ച ഒരു സമുദായവും ഒരു രാജ്യവും കോണം പിടിക്കില്ല എന്ന് AP പറഞ്ഞില്ലേ? അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചക വചനമാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, സമ്മതിക്കുന്നു. ഒരു പെൺകുട്ടി PV മാഷിദ പഠിച്ചു മിടുക്കിയായതിന്റെ പേരിൽ സദസ്സിലേക്ക് വിളിച്ച് അതിനെ ഒന്ന് അനുമോദിക്കുന്നതിന് വേണ്ടി, അതിനൊരു പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ സമസ്തയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് അബ്ദുള്ള മുസ്ലിയാർ മുണ്ടു മടക്കി ഉടുത്തത് നമ്മൾ കണ്ടതാണ്. സ്ത്രീകളുടെ നവോത്ഥാനം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തട്ടമിട്ടൊരു പെൺകുട്ടി കയറിയപ്പോൾ നിങ്ങളുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടി എന്ന കാരണത്താൽ ആ പെൺകുട്ടിയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ പള്ളിയിൽ കബറടക്കുക പോലും ചെയ്യാത്ത നിങ്ങളുടെ മതപരമായ മാനം ഞങ്ങളെ പഠിപ്പിക്കല്ലേ ഉസ്താദെ? അതാണ്, അതായത്
കാന്തപുരത്തിന്റെ മദ്ഹുകൾ പാടാനാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇവിടെ പറയേണ്ടത് ആണും പെണ്ണും ഇടകലരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഹദീസുകൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? നിങ്ങൾ പറയുന്ന പരിശുദ്ധ കഅബാലയത്തിനു ചുറ്റും പോലും മറയില്ലാതെ, സ്ത്രീകൾ മുഖം മറയ്ക്കാതെ, സോക്സ് ഇടാതെ കഅബയെ വലം വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മതപരമായിട്ടുള്ള മാനം എന്താണ് എന്ന് ഖുർആൻ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മതി. അല്ലാതെ കാന്തപുരം എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞു, ഇതല്ല ഇവിടുത്തെ ടോപ്പിക്ക്. നന്ദി.